ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് SCERT സോഷ്യൽ സയൻസിൻ്റെ എക്കണോമിക്സ് മോക്ക് ടെസ്റ്റാണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന പാഠമാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന് വോയിസ് കൊടുത്താൽ നന്നായിരുന്നു എന്ന് കുറേ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വോയിസ് കൊടുത്താണ് മോക്ക് ടെസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നോക്കാം. ഉൽപ്പാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങൾ, മാനവ വിഭവം. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് മാനവ വിഭവശേഷി വികസനം. മാനവ വിഭവത്തിൻ്റെ സവിശേഷതകൾ ഗണപരവും ഗുണപരവും എന്നിവയാണ് മാനവ വിഭവത്തിൻ്റെ സവിശേഷതകൾ. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണം. ജനസംഖ്യ, വലുപ്പം. ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖ ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രാഫി. ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ കാനേഷുമാരി. പോപ്പുലേഷൻ സെൻസസ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് 10 വർഷത്തിലൊരിക്കൽ. ഇന്ത്യൻ സെൻസസ് 2011 പറ്റിയാണ് SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസൊക്കെ വന്ന ചാപ്റ്ററാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞത് 2021 സെൻസസ് ആണ്. അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ 2ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 16.6%, പട്ടികവർഗം 8.6%. ഇന്ത്യയിൽ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത കൂടിയ 2ാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാത നിരക്ക് 943:1000. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം കേരളം 1084:1000. ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷ അനുപാതം ഹരിയാന 879:1000. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. താഴ്ന്ന സ്ത്രീ പുരുഷ അനുപാതം ദാമൻ ആൻഡ് ദിയു. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 74.04%. സ്ത്രീ സാക്ഷരത 65.46%. പുരുഷ സാക്ഷരത 82.14%. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളം. ഏറ്റവും കുറച്ച് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കുറവ് ദാദ്ര നഗർ ഹവേലി. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളം. കുറവ് രാജസ്ഥാൻ.
ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പുരുഷ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളം, കുറവ് ബീഹാർ. 2011 കണക്ക് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ 12,102 കോടി. സ്ത്രീകളുടെ എണ്ണം 5,865 കോടി. പുരുഷന്മാരുടെ എണ്ണം 6,237 കോടി. ഐക്യരാഷ്ട്രസഭയുടെ 2014 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 7,244 കോടി. ലോക ജനസംഖ്യയിൽ 6ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ലോക ജനസംഖ്യയുടെ 17.5% ഇന്ത്യയിലുള്ളത്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ലോകരാജ്യങ്ങളുടെ സ്ഥലവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകരാജ്യങ്ങളുടെ സ്ഥലവിസ്തൃതിയുടെ 2.4% ഇന്ത്യയുടെ വിസ്തൃതി. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം. ജനസാന്ദ്രത. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയുടെ ആഹ്വാനമനുസരിച്ച് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് 1987 ജൂലൈ 11. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവ് ജനസംഖ്യാ വളർച്ച. ആകെ ജനസംഖ്യയിൽ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് ജനന നിരക്ക്. ആകെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര പേർ മരണപ്പെട്ടു എന്നത് സൂചിപ്പിക്കുന്നത് മരണനിരക്കാണ്. ഒരു പ്രദേശത്ത് നിന്നും ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറ്റുന്നത് കുടിയേറ്റം. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നത് പ്രായഘടന. 15നും 59 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം. തൊഴിൽ പങ്കാളിത്ത നിരക്ക്. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരുമായ ആശ്രയത്വ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുടെ ആകെ ജനസംഖ്യയുടെ അനുപാതം. ആശ്രയത്വ നിരക്ക്. ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. മാനവ വിഭവശേഷി വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച വർഷം 1985. ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നത് അറിയപ്പെടുന്നത് സാക്ഷരതാ നിരക്ക്. തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം, ടൂറിസം, ബാങ്കിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന സ്ഥാപനം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ പാസാക്കിയ വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം വഴി ഭരണഘടന ഉറപ്പു നൽകുന്നത് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആയ സുസ്ഥിതി. ആരോഗ്യം. മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതിനു വേണ്ടി ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതിനു വേണ്ടി നഗരതലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദേശീയ നഗരാരോഗ്യ മിഷൻ. ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നത് അറിയപ്പെടുന്നത് ആയുർ ദൈർഘ്യം.